LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 6-ന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകും. ജാഥ സ്വീകരണത്തിന് ഇരിങ്ങാലക്കുട മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം TK സുധീഷ്, പ്രൊഫസർ KU അരുണൻ, RJD ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, ജനതാദൾ S മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ, INL മണ്ഡലം പ്രസിഡന്റ് റഷീദ് കാട്ടൂർ, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഉല്ലാസ് കളക്കാട് സ്വാഗതവും TK വർഗീസ് നന്ദിയും പറഞ്ഞു. P മണി ചെയർമാനും ഉല്ലാസ് കളക്കാട് കൺവീനറും VA മനോജ് കുമാർ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 6-ന് ഉച്ചതിരിഞ്ഞ് 3-ന് മുനിസിപ്പൽ മൈതാനിയിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. മൂന്നാം ഊഴത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, ജനിക്കാനിരിക്കുന്ന, വരാനിരിക്കുന്ന, ഇതുവഴിയേ കടന്നു വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അത്രയേറെ അനിവാര്യമാണ് എന്നത് പറയേണ്ടതില്ല. അപ്പോൾ ഒരുപാട് ജാഥകൾ കണ്ടതുപോലെ ഒരു ജാഥയല്ല ഈ വരാനിരിക്കുന്ന ജാഥ എന്നത്. അതിനെ ഉജ്ജ്വലമായി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ അനിവാര്യതയും നമ്മുടെ ആവശ്യവുമാണ് എന്ന് ഉള്ളിൽ തട്ടി നമുക്കാകെ നേതൃത്വത്തിനും അണികൾക്കും പ്രവർത്തകർക്കും ആകെ തോന്നേണ്ടതുണ്ട്. ഒരു കാര്യം, പണ്ട് നാം കേട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു വിമർശനം, ഇടതുപക്ഷത്തിന് ശക്തമായ ഭദ്രമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നവരല്ല ഇടതുപക്ഷം എന്നാണ്. ഇടതുപക്ഷം ഇപ്പൊ അധികാരത്തിൽ വന്നുണ്ടോ, കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഗവൺമെന്റ് പോകും. ഇപ്പോ പല കാരണങ്ങൾ കൊണ്ട് ഇടതുപക്ഷത്തിന് ശക്തമായ ഭദ്രമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ വിരോധികൾ, വലതുപക്ഷക്കാരുടെ വിമർശനങ്ങളിൽ, പഴയ കാലത്ത് കേട്ട വിമർശനങ്ങളിൽ സുപ്രധാനമായ ഒരു വിമർശനം അതായിരുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ ഒരു ഗവൺമെന്റ്, ഭദ്രമായ ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കാൻ കഴിയില്ല, അതിനെ നയിക്കാൻ കഴിയില്ല. ഇപ്പൊ ആ വിമർശനം ആരെങ്കിലും പറയുന്നുണ്ടോ? അതുമാത്രമല്ലല്ലോ, കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിന്റെ ഗതിക്രമം മാറ്റിയ പക്ഷത്തിന്റെ പേരാണ് ഇടതുപക്ഷം.